ഈ ഫോട്ടോ സാധാരണ രീതിയിലുള്ള ഒരു ബാൽഡ്നസ് അല്ല. ഇത് അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറഞ്ഞ അസുഖമാണ്. ഈ അലോപേഷ്യ ടോട്ടാലിസ് ആയിട്ടുള്ള ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം കുറേ ട്രീറ്റ്മെൻറ്റ് നോക്കി, പക്ഷേ ഒന്നും വലിക്കാത്തതുകൊണ്ടാണ് വന്നത്. മെയിൻലി പറയുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റാത്തൊരു കേസുമാണ്. കാരണം എന്താ വെച്ചാൽ ഡോണർ ഏരിയ ഇല്ല, അത് ഡാമേജ്ഡ് അല്ല, അത് കംപ്ലീറ്റ്ലി ഇല്ല. ഡോണർ ഏരിയ എന്ന് പറഞ്ഞ സ്ഥലം ഇല്ല, പ്രത്യേകിച്ച് ഡോണറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫ്റ്റ് എടുക്കാനൊന്നുമില്ല, സ്ഥലമില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി എന്താ പറയുക, അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ അത് ഒട്ടേറെ രീതിയിൽ മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ സാധാരണ നമുക്ക് ഇവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അതേപോലെ വിടാം. അത് അവർക്ക് ഇദ്ദേഹത്തിനും ഇതേപോലെ ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് മാത്രം പോരാ, അദ്ദേഹത്തിന് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചെയ്യണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. യൂഷ്വൽ സിനാരിയോസിൽ ഡോക്ടേഴ്സ് ഒരുവിധം 90 to 95% ഡോക്ടേഴ്സും കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആഡ് ചെയ്യാറുണ്ട്. ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് സ്റ്റിറോയിഡ്സ് ഓയിൽമെൻ്റ് രീതിയിൽ. പക്ഷേ ഞങ്ങൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ, അതായത് സ്റ്റിറോയിഡ്സേ ഉപയോഗിക്കാതെ ജാനസ് കൈനേസ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ജാക്ക് ഇൻഹിബിറ്റേഴ്സ്. ഈ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ഈ സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജാക്ക് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ തേച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു എന്താ പറയുക സ്ക്രേപ്പിംഗ് നടത്തി കഴിഞ്ഞ് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് തിരിച്ചൊന്ന് ഇഞ്ചക്റ്റും ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അത്ഭുതമായിട്ടുള്ള മാറ്റം വന്നു. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, ഈ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കാണുന്ന ഫോട്ടോ ഇദ്ദേഹം വന്നിട്ടുള്ള ഒരു 65 to 70 days കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇത്. സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു, പ്ലസ് ജാക്ക് ഇൻഹിബിറ്റേഴ്സ് വെച്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്തു. അദ്ദേഹം തന്നെ പറയുന്ന ഇത് റിസൾട്ടൊക്കെ കിട്ടി. അദ്ദേഹം തന്നെ ആ പയ്യൻ തന്നെ പറയുന്ന ഒരു വീഡിയോ. എനിക്ക് ഒട്ടും ഹെയർ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അത്യാവശ്യം നല്ല കവറിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സജഷൻ വീഡിയോയിലാണ് ഡീലാപ്പിനെ കുറിച്ച് കേട്ടത്. ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഫസ്റ്റ് സിറ്റിംഗ്, മാർച്ച് 1 സെക്കൻഡ് സിറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ബൂസ്റ്റർ ഡോസ് എടുക്കാൻ വന്നതാണ്. എനിക്ക് ഒട്ടും ഹെയർ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അത്യാവശ്യം നല്ല കവറിങ് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ സർവീസും വളരെ മികച്ചതാണ്.